ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം.കോം സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് മോഡേൺ കോൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എസ് സിക്കും ഷോർട്ട് എസ് സിക്കൊക്കെ ഷുവറായിട്ട് വരുന്നൊരു ഏരിയയാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ഡിറ്റക്ഷൻ ടെക്നിക്സ് എന്നിവയാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. വാട്ട് ഈസ് ഫോറൻസിക് അക്കൗണ്ടിങ്? എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്കിൽസ് ടു ഡിറ്റർമൈൻ വെദർ ദർ ഹാസ് ബീൻ ഫ്രോഡ് ഓർ എംബസൽമെൻറ്റ്. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ച് അക്കൗണ്ടിങ് സ്കിൽസിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ അക്കൗണ്ടിങ് സ്കിൽസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഫ്രോഡ്സ് ഉണ്ടോ, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്കില്ലിൻ്റെ ആപ്ലിക്കേഷനാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോറൻസിക് ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റിംഗ്, ഫിനാൻഷ്യൽ ഫോറൻസിക് ഓർ ഫോറൻസിക് അക്കൗണ്ടൻസി. നമുക്ക് ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ നമുക്ക് ഇങ്ങനെയൊക്കെ വിളിക്കാം. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയാം, ഫോറൻസിക് ഓഡിറ്റിംഗ് എന്ന് പറയാം, ഫിനാൻഷ്യൽ ഫോറൻസിക് എന്ന് പറയാം, അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടൻസി എന്നും പറയാം. It is an investigative style of accounting used to determine whether an individual or an organization has engaged in any illegal financial activities. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിംഗ് സ്കില്ല് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ കൂടിയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ വെദർ an individual or an organization, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, അതിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള, ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈലാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. Next point, it involves fraud investigation, detection and prevention of fraud and analyzing anti-fraud control after gathering non-financial information. ഫോറൻസിക് അക്കൗണ്ടിങ് ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുപോലെ തന്നെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അനലൈസിങ് ആൻറ്റി ഫ്രോഡ് കൺട്രോൾ, ഫ്രോഡ് വരാതിരിക്കാനായിട്ട്, ഫ്രോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് തടയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇതെല്ലാം ഫോറൻസിക് അക്കൗണ്ടിങ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. It has specialized knowledge and specific skill to identify transactions which are not authentic and gather the evidence regarding the same. ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് സ്പെഷ്യലൈസ്ഡ് നോളേജും സ്പെഷ്യലൈസ്ഡ് സ്കില്ലും ഉണ്ടായിരിക്കും, സ്പെസിഫിക് സ്കിൽ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇത് ഒതൻറ്റിക് അല്ല എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്പെസിഫിക് സ്കില്ല് ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് ഉണ്ടായിരിക്കും. അവർക്ക് കിട്ടിയിട്ടുള്ള അവരുടെ തെളിവുകൾ വെച്ചിട്ട് അവർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഹാസ് സ്പെഷ്യൽ സ്കിൽസ് ഇൻ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഫിനാൻസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ദി ലോ ആൻഡ് റിസർച്ച്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് ഈ പറയുന്ന ഈ ഏരിയാസിലൊക്കെ, അക്കൗണ്ടിങ്ങിൽ, ഓഡിറ്റിങ്ങിൽ, ഫിനാൻസിൽ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്യൂട്ടിയിൽ, അതുപോലെ തന്നെ ലോ ആൻഡ് റിസർച്ചിലൊക്കെ സ്പെഷ്യൽ സ്കില്ലുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽ ടു കളക്ട്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ എവിഡൻസ് ആസ് വെൽ ആസ് ദ എബിലിറ്റി ടു ഇൻ്റർപ്രറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു കളക്ട്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ എവിഡൻസ്. ഫിനാൻഷ്യൽ എവിഡൻസ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസും ഫോറൻസിക് അക്കൗണ്ടിങ്ങിനുണ്ട്. അതുപോലെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള, ഫോറൻസിക് അക്കൗണ്ടിങ് വഴി കണ്ടുപിടിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് അത് ശരിയായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവും ഫോറൻസിക് അക്കൗണ്ടിങ്ങിനുണ്ട്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ഫിനാൻഷ്യൽ സ്കിൽസ്. ഫിനാൻഷ്യൽ സ്കിൽസും ഫോറൻസിക് അക്കൗണ്ടിങ്ങിനുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് അനലൈസിങ് ആൻറ്റി ഫ്രോഡ് കൺട്രോൾ ആഫ്റ്റർ ഗാദറിംഗ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നു, അത് പ്രിവെൻറ്റ് ചെയ്യുന്നു, അതിന് വരാതിരിക്കാനുള്ള ആൻറ്റി ഫ്രോഡ് കൺട്രോൾസ് അനലൈസ് ചെയ്യുന്നു. അവർക്ക് കിട്ടിയ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എസ് എ ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്ന, ഷുവറായിട്ട് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, മിനിമൈസ്ഡ് ലോസസ്. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന അൺനെസസറി ആയിട്ടുള്ള ലോസ് മിനിമൈസ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് സാധിക്കും. അത് തന്നെ ഒരു മെയിൻ ബെനിഫിറ്റ്സ് ആണ്, ഒരു സ്ട്രോങ് ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കും. എങ്ങനെയാണ്? ഫോറൻസിക് അക്കൗണ്ടൻസിന് കൃത്യമായി ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫിനാൻഷ്യൽ പ്രോസസ്സിൻ്റെ കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് പ്രോസസ്സ് ചെയ്യാൻ, എക്സാമിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഫോറൻസിക് അക്കൗണ്ടൻസിന് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക്. എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
ഫോറൻസിക് അക്കൗണ്ടൻറ്റിന് ആ ഒരു ബിസിനസ്സിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എക്സാമിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഭാവിയിലൊരു ഒരു ഫ്യൂച്ചറിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ റിസ്ക് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിന് സാധിക്കും എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിയും. കാരണം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡൻസ് ഓഫ് ലീഗൽ പ്രോബ്ലംസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി ഉണ്ടാകുന്ന ഫ്രോഡ് അത് ഡീൽ ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐഡിയൽ സിറ്റുവേഷൻസിൽ ഈ ഫോറൻസിക് അക്കൗണ്ടൻസി യൂസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു സെനാറിയോ തന്നെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫ്രോഡുലന്റ് ആക്ടിവിറ്റി എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നടക്കാൻ സാധ്യതയുണ്ട് തോന്നുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. നമ്മൾ പറയില്ലേ ഇപ്പോൾ മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഫോറൻസിക് അക്കൗണ്ടിങ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അതാണ് അവോയ്ഡൻസ് ഓഫ് ലീഗൽ. അതൊക്കെ ലീഗലി ഒരുപാട് കോസ്റ്റ് വരുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇംപ്രൂവ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് അതോറിറ്റി. ഒരു ബിസിനസ്സിന് അവരുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു ഫ്രോഡോ മാനിപ്പുലേഷനോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് പിന്നെ അവരെ ട്രസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമൊത്ത് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ ആ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ ഇമ്പോസിബിളാണ്. അപ്പോൾ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് ഇത്തരത്തിലുള്ള ഫ്രോഡ് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനോ സാധിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് അതോറിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഡിറ്റക്ഷൻ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സ് എല്ലാം കണ്ടു. ഇനി എങ്ങനെയാണ് ഫോറൻസിക് അക്കൗണ്ടന്റ് ഈ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നത്? അതിൻ്റെ കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാം, ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണത്? ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ടെക്നിക്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദി ഫാക്ട്സ്. By interviewing the management and suppliers, different stories of the invoicing procedure might come up and point to the system being fraudulent. ഓക്കെ, ഈ ഒരു പോയിന്റിൽ പറയുന്നത് എല്ലാ ഫാക്ട്സും വളരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ അവരുടെ സപ്ലയേഴ്സിനെയും ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈലാണ്. അപ്പോൾ രണ്ട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഒരു കാര്യത്തെക്കുറിച്ച് വന്നത്. ഇപ്പോൾ സപ്ലയേഴ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇൻവോയ്സ് പ്രൊസീജിയറാണ്. അപ്പോൾ അവിടുത്തെ ഇൻവോയ്സ് പ്രൊസീജിയറിനെ കുറിച്ചിട്ട് സപ്ലയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന പോയിന്റ്സിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. നെക്സ്റ്റ് പോയിന്റ്, റിവ്യൂവിംഗ് പബ്ലിക് ഡോക്യുമെന്റ്സ് ആൻഡ് ഡൂയിങ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. പബ്ലിക് ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്തുകൊണ്ട് ഫ്രോഡ് സ്പോട്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ദർ ആർ സം യൂസ്ഫുൾ ഇൻഫർമേഷൻ ദാറ്റ് ആർ അവൈലബിൾ ബട്ട് നോട്ട് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, പക്ഷേ അത് ഡിജിറ്റൽ ഫോർമാറ്റിലല്ല. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ റിവ്യൂയിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഫ്രോഡ് സ്പോട്ട് ചെയ്യുന്നുണ്ടാവുക, കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫിസിക്കൽ ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്യുമ്പോൾ അത് ഫോറൻസിക് അക്കൗണ്ടിനെ സംബന്ധിച്ച് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഫോളോ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണോ അവർ ആ ഫയൽസ് ആക്സസ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് മാനേജ് ചെയ്യുന്നതും ഒക്കെ ഉള്ളത് അറിയാനായിട്ട് അല്ലെങ്കിൽ അതിന് ഫോറൻസിക് അക്കൗണ്ടൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്യുമ്പോൾ. നേരെ മറിച്ച് ഡിജിറ്റൽ ഫോർമാറ്റിലാണെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഡോക്യുമെന്റ്സ് റിവ്യൂ ചെയ്തുകൊണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ദിസ് ഈസ് എ പ്രഷ്യസ് ടൂൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഫ്രോഡ് കമ്മിറ്റഡ്. അല്ലേ, ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ ഫ്രോഡിൽ എൻഗേജ് ആയിട്ടുണ്ടോ എന്നുള്ള അറിയാനായിട്ടുള്ള ഒരു പ്രഷ്യസ് ടൂളാണിത്. ഓൾ ദി നെസസറി ഡീറ്റെയിൽസ് ആർ സമ്മറൈസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു കമ്പനി തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ നെസസറി ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. അല്ലേ, അതിൻ്റെയൊക്കെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദി അനാലിസിസ് ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് കാൻ ഹെൽപ്പ് എ ഫോറൻസിക് അക്കൗണ്ടന്റ് ടു ഫിഗർ ഔട്ട് ദ സ്കാം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് ഫോറൻസിക് അക്കൗണ്ടന്റിന് സാധിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Next one, Benford's law. It is a numerical instrument. It does not detect the fraud but only indicates the probable area of fraud. This law provides guidance to auditor or investor to look into details of data pattern. It highlights the transaction which can be fraudulent. ഈ ഒരു ലോയിൽ പറയുന്നത് ഇത് ന്യൂമറിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ്. ഇവിടെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നില്ല, പക്ഷെ
എവിടെയാണ് ഫ്രോഡ് ഉള്ളത് എന്നുള്ള ഒരു പ്രോബബിൾ ഏരിയ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഈ ഒരു ലോ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ ഒരു ഗൈഡൻസ് എന്ന രീതിയിലാണ്. ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ ആ ഡാറ്റയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് എവിടെയാണ് ഫ്രോഡ് നടന്നിട്ടുള്ളത് ആ ഒരു ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോയുടെ പ്രത്യേകത. Next, ratio analysis. Ratio analysis not only highlights irregularities in large group of records, but also identifies a specific transaction that are unfamiliar. Ratio analysisൽ റെഗുലാരിറ്റീസ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള, അതായത് ഫെമിലിയർ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് റേഷ്യോ അനാലിസിസിൻ്റെ ഒരു പ്രത്യേകതയാണ്. റേഷ്യോ അനാലിസിസ് നമ്മളുടെ ഇൻഡസ്ട്രീനെ മാത്രമല്ല അതർ ഇൻഡസ്ട്രീസിൻ്റെ റേഷ്യോസായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ടൂളും കൂടിയാണ്. Next point, data mining. Data mining concept is important to understand that how a company should handle their data, retrieve their data, and also how to understand and create the pattern of the data. ഡാറ്റ മൈനിങ് കോൺസെപ്റ്റ് വളരെ കേട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു കമ്പനി അവരുടെ ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത്, അതുപോലെ റിട്രീവ് ദ ഡാറ്റ ആൻഡ് ഓൾസോ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ക്രിയേറ്റ്സ് ആൻഡ് ദ പാറ്റേൺ ഓഫ് ദ ഡാറ്റ പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എല്ലാം ഡാറ്റ മൈനിങ് പ്രോസസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ഓക്കെ, ബേസിക്കലി 4 steps ആണ് ഡാറ്റ മൈനിങ്ങിനുള്ളത്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ക്ലസ്റ്ററിങ്, തേർഡ് വൺ റിഗ്രഷൻ ആൻഡ് ഫോർത്ത് വൺ അസോസിയേഷൻ റൂൾ ലേണിംഗ്. ഈ 4 സ്റ്റെപ്സാണ് ഡാറ്റ മൈനിങ്ങിൻ്റെ ബേസിക് സ്റ്റെപ്സ്. നെക്സ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടൂൾസ്, CAA ടൂൾസ് ആണ്. എന്താ നോക്കാം. ദീസ് ഹെൽപ്സ് ഓഡിറ്റർ ടു പെർഫോം വാരിയസ് ഫംഗ്ഷൻസ് ലൈക്ക് ടെസ്റ്റിംഗ് ട്രാൻസാക്ഷണൽ ഡാറ്റ, ഇൻകൺസിസ്റ്റൻസി ഓഫ് ദ ഡാറ്റ, സാമ്പിളിംഗ് ഡാറ്റ ടെക്നിക്സ്, redoing calculation helps to identify frauds in the organization. ഈ ഒരു ടൂള് ഓഡിറ്ററിന് അയാൾ വാരിയസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ വാരിയസ് ഫങ്ഷൻസ്? ട്രാൻസാക്ഷണൽ ഡാറ്റ ടെസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡാറ്റയിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ, അതുപോലെ സാമ്പിളിംഗ് ഡാറ്റ ടെക്നിക്സ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ഫ്രോഡ്സ് ഇൻ ദി ഓർഗനൈസേഷൻസിലെ ഫ്രോഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ്. ദിസ് എയിംസ് അറ്റ് ഫിൽറ്ററിംഗ് ഔട്ട് ദ സിംറ്റംസ് ഓഫ് ഫ്രോഡ് ഫ്രം റെഗുലർ ആൻഡ് നോർമൽ ട്രാൻസാക്ഷൻസ് ആൻഡ് വിച്ച് ദേ ആർ മിക്സ്ഡ് ഓർ കൺസീൽഡ്. ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഓഡിറ്റിംഗ് അതിൻ്റെ എയിം എന്ന് പറയുന്നത് ഫ്രോഡിൻ്റെ സിംറ്റംസ് അത് ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ്. റെഗുലർ ആൻഡ് നോർമൽ ട്രാൻസാക്ഷൻസിൽ നിന്നും ഫ്രോഡ് ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് പോയിന്റ് ആണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. ഇതും ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഡിറ്റക്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു SC ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ടും 100% മാർക്ക് നേടാൻ കഴിയുന്ന പോയിന്റ്സ് ആണ്.